4 വിഭാഗക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 4 കൂട്ടക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. ഒന്ന് സ്വാലിഹീങ്ങൾ. ഏതൊരു നല്ല മനുഷ്യനെടുത്ത് പരിശോധിച്ച് നോക്കി, ഒരു ഔലിയപ്പാപ്പാനെ, ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളെ, ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാവിലെ നേരത്തെ നീച്ചണ ആളേക്കാരം. സുബഹിക്ക് നീച്ചാതെ കടന്നുറങ്ങുന്ന ആളിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട് ഉണ്ടാവില്ല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഒന്ന്. രണ്ടാമത്തേത്, പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ചില ഗുരുക്കന്മാരും അവരെ തുടർന്ന ആളുകളും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കും. പാരമ്പര്യശീലം, മുസ്ലിങ്ങളാവണമെന്നില്ല, അല്ലാതെ തന്നെ പാരമ്പര്യശീലം വെച്ച് പോരുന്നവർ. ഗുരു നിത്യചൈതന്യതി ഉദാഹരണം, രാവിലെ 4 മണിക്ക് ക്ലാസ് ആരംഭിക്കുമായിരുന്നു. 8 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ മറുപടി പോലും പറഞ്ഞു കൊടുക്കൂല. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് വരാൻ പറയും. പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ പാരമ്പര്യമായി അങ്ങനെ ശീലമുള്ളത്. 3ഉം 4ഉം അത്ഭുതമാണ്. 3ാമത്തെ കൂട്ടരും 4ാമത്തെ കൂട്ടരും അത്ഭുതമാണ്. 3ാമത്തെ ആരാന്നറിയങ്ങൾ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ. ചെറിയ കുട്ടി, ചെറിയ എല്ലാ കുട്ടികളും ഉണരുന്നത് സുബഹിൻ്റെ അല്പം മുമ്പായിരിക്കും. പെരയിൽ കുട്ടിയുള്ളവർക്ക് ഇന്ന് പോയിട്ട് അലാറം വെച്ചിട്ട് നീച്ചിട്ട് നോക്കാം. അലാറം വെച്ചാലേ നമ്മൾ നീച്ചുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് പോയിട്ട് നോക്കാം. സുബഹിൻ്റെ മുമ്പ് ഉണരും. തൊട്ടിലിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഏത് കുട്ടിയും ഉണരും സുബഹിൻ്റെ മുമ്പ്. കുട്ടികൾ പെരയിലുള്ളവർ ഇന്ന് പോയിട്ട് നോക്കിക്കോളി. എല്ലാ കുട്ടികളും. എന്താ കാരണം? അള്ളാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്നതാണ് കാരണം. ഈ ലോകത്ത് അള്ളാഹു തആല ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. ചെറിയ കുട്ടികൾ. എല്ലാ കുട്ടികളും നേരത്തെ എഴുന്നേൽക്കും. ഉമ്മ പറയും, അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, ആ കുട്ടി ആ പെമ്പറന്നോളം ഉറങ്ങാൻ തന്നെ അയക്കണില്ല, നേർത്തണ്ട് നീച്ചു എന്ന് പറയും. എന്നിട്ട് പിന്നെ തൊട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് വീണ്ടും ഉറക്കാൻ വേണ്ടി ശ്രമിക്കും. കുറേ കഴിയുമ്പോൾ ഉമ്മാൻ്റെ ശീലത്തോട് കുട്ടി യോജിച്ച് ഉറങ്ങൽ തുടങ്ങും. നേരത്തെ ഉണരുന്നതിലെ 3ാമത്തെ അത്ഭുതമാണ് കുട്ടികൾ. എന്തിനാ കുട്ടി ഉണരുന്നത്? എന്തിനാ സുബഹിൻ്റെ മുമ്പ് ഉണരുന്നത് അറിയോ? ഒരു കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സുബഹിൻ്റെ മുമ്പുള്ള സമയം. നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി ഇട്ട് കൊടുക്കൽ സുന്നത്തില്ല, കൊണ്ടുവച്ചാൽ മതി. ആവശ്യമുള്ളവരിട്ട് കഴിക്കുക വേണ്ടേ. എന്നാൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ കീറ് കൊണ്ടെങ്കിലും അത്താഴം കഴിക്കണേ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ പറയും, ഞാൻ രാത്രി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴം ഒന്നും കഴിക്കൂല. ഓൻ്റെ വിചാരം അത് വലിയ അഭിമാനമാണ് എന്നാണ്. ഒരഭിമാനവും ഇല്ല. സുബഹിൻ്റെ മുമ്പ് ഈച്ചിങ്ങാണ്ട് രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം അത്താഴം കഴിക്കുന്നതിലാണ് അഭിമാനമുള്ളത്. സുബഹിൻ്റെ മുമ്പുള്ള സമയം കുട്ടികൾ ഉണരുന്നത് മുല കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകുന്നു അത്. അപ്പം ഉമ്മ എന്ത് വേണം? ഉമ്മ സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് മൂത്രമൊഴിച്ച് വൃത്തിയാവണം. മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കണം. എഴുന്നേറ്റിരുന്നു കൊണ്ട് ബിസ്മി ചൊല്ലി സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ട് കുട്ടിക്ക് മുല കൊടുക്കണം. ഒരിക്കലും കിടന്നുകൊണ്ടോ പകുതി ഉറക്കത്തിലോ മുല കൊടുക്കാൻ പാടില്ല. ഗഫലത്ത് എന്ന അശ്രദ്ധ കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. മുല കൊടുക്കുന്ന സമയത്തുള്ള ഉമ്മാൻ്റെ ചിന്ത കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഒരു മുല കൊടുക്കുന്ന സമയത്ത് ഒരു ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. മുലടിക്കുന്ന സമയത്ത് ഉമ്മ ചിരിച്ചാൽ കുട്ടി ചിരിക്കും, വെറുതെ ചിരിച്ചാൽ മതി. ഉമ്മ നിലവിളിച്ചാൽ കുട്ടി നിലവിളിക്കും. എന്താ കാരണം? ഉമ്മാൻ്റെ ചിന്ത കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയമാണ് മുലടിക്കുന്ന സമയം. അതുകൊണ്ട് ഒരിക്കലും കടന്നുകാണ്ട് കൊടുക്കാൻ പറ്റൂല. എഴുന്നേറ്റിരിക്കണം. ഉറക്കം വരാതെ ഇരുന്നിട്ടും ഉറക്കം വരികയാണെങ്കിൽ നടന്നിട്ട് കൊടുക്കണം. ഉറങ്ങിക്കാണ്ട് കൊടുക്കാൻ പാടില്ല. ഗഫലത്ത് എന്ന അശ്രദ്ധ. ഈ കുട്ടീനെ പിന്നെ ഹാഫിളാവാൻ വേണ്ടി ഒരു കോളേജിലല്ല 10 കോളേജ് ഒപ്പം ചേർത്തിട്ടും കാര്യമില്ല. അവനിൽ അശ്രദ്ധ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരെ ഇൻസ്റ്റാൾ ചെയ്തത്? ഉമ്മ. എന്തേ കാരണം? സുബഹിൻ്റെ മുമ്പ് കുട്ടി മുലടിക്കാൻ വേണ്ടി ഉണർന്നീന്ന് കൊടുത്തില്ല. ശ്രദ്ധ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന സമയം അപ്പോഴാണ്. അപ്പോൾ ശ്രദ്ധ കൊടുക്കണം, അശ്രദ്ധ കൊടുക്കരുത്. ഇതന്നെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാണ്. സുബഹിൻ്റെ അല്പം മുമ്പുള്ള സമയം.
നബിതങ്ങൾക്ക് സുബഹിന്റെ ശേഷം ജനിക്കുകയാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനോട് പോയി വിവരം പറയാൻ നല്ല സൗകര്യമാകുമായിരുന്നില്ലേ? നേരം വെളുത്തിട്ടാണെങ്കിൽ നല്ല സൗകര്യമല്ലേ? എന്തിനെ സുബഹിന്റെ മുമ്പായത്? ബറക്കത്തുള്ള സമയമാണത്. എല്ലാ ദിവസവും രാവിലെ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുക എന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് എല്ലാ ദിവസവും ജനിക്കലാണ്. ഓരോ ദിവസവും രാവിലത്തേത് പുനർജന്മമാണ് എന്നാണ് ഇസ്ലാമിക അധ്യാപനം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദ്വാരക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. ഇന്നലെ മരിപ്പിച്ച് ഇന്ന് ഹയാത്താക്കിയ അല്ലാഹുവേ, നിനക്കാകുന്നു എല്ലാ സ്തുതികളും. ഇന്നലെ മരിച്ച് ഇന്ന് രണ്ടാമത് ഹയാത്താകുകയാണ് എന്നർത്ഥം. ഓരോ ദിവസവും ഹയാത്താകുന്നത്, ഓരോ ദിവസവും പുനർജനിക്കുന്നത് നബിതങ്ങൾ ജനിച്ച സമയത്താവുക എന്നതാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രത്യേകത. നാലാമത്തതും അതുപോലെ അത്ഭുതമാണ്. നാലാമത് പുലർച്ചെ ഉറക്കം വരാത്തത് ഗർഭിണികൾക്കാണ്. പള്ളയിലുള്ള പെണ്ണുങ്ങൾക്ക് പുലർച്ചെ ഉറക്കം വരില്ല, സുബഹിൻ്റെ മുമ്പ് ഉണരും. എന്താ കാരണം? അതിൻ്റെ കാരണം അവരുടെ വയറ്റിലുള്ള കുട്ടി തന്നെയാണ് കാരണം. വയറ്റിലുള്ള കുട്ടികൾക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഗർഭിണികളും സുബഹിൻ്റെ മുമ്പ് ഉണരുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണേ. സമയങ്ങളിൽ വെച്ച് ഏറ്റവും ബറക്കത്തുള്ള സമയം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാകുന്നു. സുബഹിയുടെ അല്പം മുമ്പുള്ള സമയമാകുന്നു. ഇങ്ങനെ എല്ലാറ്റിലും ബറക്കത്തിനെ സൂക്ഷിക്കണമെന്നാണ്. സമ്പത്തിലെ ബറക്കത്ത്, മക്കളിലെ ബറക്കത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് നിങ്ങളെ ബാക്കിയുള്ളതും വേണ്ട, എനിക്ക് നാളെ നേരം വെളുത്താൽ അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലമൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തേക്കിന് കൂട്ടിയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ഒരു മൂല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല കച്ചവടം ഉണ്ടായാലുണ്ട്, ഇവിടെ ഇരുന്നാൽ കച്ചവടം കിട്ടുന്ന തോന്നുന്നത് പറഞ്ഞു. ആയിക്കോട്ടെ. എല്ലാ സ്ഥലത്തും കച്ചവടം ഉണ്ടാവില്ല, ചില സ്ഥലത്ത് കച്ചവടം ഉണ്ടാവും. കച്ചവടം കിട്ടാത്ത ബർക്കത്തില്ലാത്ത സ്ഥലമാണെന്ന് മനസ്സിലായാൽ എത്രയും നേരത്തെ പൂട്ടിയാൽ അത്രയും നഷ്ടത്തിൻ്റെ കണക്ക് കുറക്കാൻ പറ്റും. ബർക്കത്തില്ലാന്ന് തോന്നിയാൽ എന്നാലും പിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് തീരുമാനിക്കരുത്, വേഗം പൂട്ടുക നല്ലത്. എന്നാൽ നഷ്ടം അത്രയും കുറയും. തന്നെ ബർക്കത്ത് എല്ലാ സ്ഥലവും എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. മൂപ്പര് കയ്യിലുള്ള ചില്ലറ പൈസക്ക് എന്തോ ഒന്ന് വാങ്ങിങ്ങാണ്ട് ഒരു ടവല് വിരിച്ചിങ്ങാണ്ട് അതിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ഇരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, വിൽക്കാനാ ചോദിച്ചു. ആന്നറിഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. ആ സാധനം കൊടുത്തു. അതും കൂടിയും കൂട്ടിങ്ങാണ്ട് വേറെ സാധനം വാങ്ങി മുണ്ട് വിരിച്ചിങ്ങാണ്ട് ഇരുന്നു. വിൽക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് വിൽക്കാനോ ചോദിച്ചു. ആന്നറിഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. അതിനിട്ട് കൊടുത്തു. പിന്നെ അതും കൂടിയും കൂട്ടിങ്ങാണ്ട് വേറെ സാധനം വാങ്ങി. അങ്ങനെ അങ്ങോട്ട് കച്ചവടക്കാരനായി. ഭയങ്കര കച്ചവടം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ കാര്യത്തിൽ അത്ഭുതമായി. എൻ്റെ കാര്യത്തിൽ അത്ഭുതമായി.